ടാലിയിൽ എങ്ങനെ പ്രിന്റ് എടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സെയിൽസ് എങ്ങനെ പ്രിന്റ് എടുക്കാം, നാം സെയിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി എങ്ങനെ ബിൽ പ്രിന്റ് നമുക്ക് ലഭിക്കുന്നു, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സാധാരണയായി നമുക്ക് ടാലിയിൽ A4 സൈസിലാണ് പ്രിന്റ് ലഭിക്കുന്നത്. ടാലിയിലുള്ള ഡിഫോൾട്ട് പ്രിന്റ് സെറ്റിംഗ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടാലിയിൽ എങ്ങനെ പ്രിന്റ് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാം, എങ്ങനെ പ്രിന്റ് എടുക്കാം എന്ന് നോക്കാം. My name is Gina. You are welcome to Ramanuja Institute of Accounting. Ramanuja Institute of Accounting. Your perfect career craftsman. പിന്നെ നമ്മൾ നോക്കുന്നത് GST ബില്ല് എങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ചെയ്തു. നമ്മൾ മുൻപ് ചെയ്തിരിക്കുന്ന GST വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെയിൽസ് ബില്ല് എങ്ങനെ പ്രിൻ്റ് എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ ഡേ ബുക്ക് എടുക്കുന്നു. മുൻപ് ചെയ്തിട്ടുള്ള സെയിൽസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാലിയിൽ എന്തും പ്രിൻ്റ് ചെയ്യുന്നതിന് Alt+P എന്ന കീയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ Alt+P പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ടാക്സ് ഇൻവോയ്സ്, റിപ്പോർട്ട് ടൈറ്റിൽ ടാക്സ് ഇൻവോയ്സ് ആണ്. അപ്പോൾ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് ലഭിക്കും. ഇവിടെ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാവുന്നതാണ്. എൻ്റർ കീ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ Y എന്ന ലെറ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ പ്രിവ്യൂ ലഭിക്കാം. നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇവിടെ GST നമ്പറൊക്കെ തന്നിട്ടുണ്ട്, ഇൻവോയ്സ് നമ്പർ ഉണ്ട്. ടാക്സ് ഇൻവോയ്സ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, അതിൻ്റെ HSN കോഡ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, CGST എത്ര, SGST എത്ര, ഇവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ താഴെ ഓരോ HSN കോഡിനും വരുന്ന റേറ്റ്, സെൻട്രൽ ടാക്സിൻ്റെ, സ്റ്റേറ്റ് ടാക്സിൻ്റെ റേറ്റ്, എമൗണ്ടും കാണാവുന്നതാണ്. ടാക്സിൻ്റെ മാത്രമായിട്ടുള്ള എമൗണ്ട് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ടാക്സബിൾ വാല്യൂ ഉണ്ട്, ടാക്സ് റേറ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അതുപോലെ നമുക്ക് വേർഡ്സിൽ ടാക്സ് എമൗണ്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടാലിയിലുള്ള ഒരു ടാക്സ് ബില്ല്. ഇനി ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബില്ലെടുക്കുമ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. Alt+P പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെച്ച് F12 കോൺഫിഗറേഷൻ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ സെയിൽസ് കോൺഫിഗറേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഡോക്യുമെൻറ്റ് ടാക്സ് ഇൻവോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇൻവോയ്സ് മാത്രമാക്കി നൽകാം. നമുക്ക് എങ്ങനെയാണോ ആ ഒരു ബില്ലിൻ്റെ പേര് വേണ്ടത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിൻ്റ് ഇൻ സിമ്പിൾ ഫോർമാറ്റ്, സിമ്പിൾ ഫോർമാറ്റിൽ വേണമെന്നുണ്ടോ? അപ്പോൾ നമുക്ക് സിമ്പിൾ ഫോർമാറ്റിലാവുമ്പോൾ നമുക്ക് ബയർ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ കസ്റ്റമർ സിഗ്നേച്ചർ, കംപ്ലീറ്റ് മെയിലിംഗ് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ പ്രിൻ്റ് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. ഐറ്റം ഡീറ്റെയിൽസ്, ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പ്രിൻ്റ് ക്വാണ്ടിറ്റി കോളം എസ് ആണ്. ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി കോളം ഉണ്ടെങ്കിൽ അത് എസ് ആണെങ്കിൽ അവിടെ വന്നിരിക്കും. പ്രിൻ്റ് ആസ് എ സെപ്പറേറ്റ് കോളം, സെപ്പറേറ്റ് കോളത്തിൽ പ്രിൻ്റ് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ എസ് ആക്കാം. അതുപോലെ ബിൽഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ ക്വാണ്ടിറ്റി കോളം ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. റേറ്റ് കോളം വേണമെങ്കിൽ എസ് ആക്കാം. അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബില്ലിൽ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. പിന്നെ പ്രിൻ്റ് കമ്പനി പാൻ നമ്പർ, ഇൻകം ടാക്സ് നമ്പർ, കമ്പനി ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഇതൊക്കെ ഇവിടെ ഓൾറെഡി എസ് ആണ്. പിന്നെ പാർട്ടീസ് പാൻ നമ്പർ, ഇൻകം ടാക്സ് നമ്പർ നമുക്ക് ബില്ലിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. പ്രിൻ്റ് ബയർ CGST രജിസ്ട്രേഷൻ നമ്പർ വേണമെങ്കിൽ അത് എസ് ആക്കാം. ഓർഡർ ഡീറ്റെയിൽസ്, ടേംസ് ഓഫ് പേയ്മെൻറ്റ്, ഡെലിവറി, പ്രിൻ്റ് ഡിസ്പാച്ച് ഡീറ്റെയിൽസ്, അപ്പോൾ ഇതൊക്കെ ഈ ബില്ലിൽ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് GSTയുടേതാണ്. അപ്പോൾ GST ഡീറ്റെയിൽസ് എന്തൊക്കെ നമുക്ക് ബില്ലിൽ വേണം അതൊക്കെ ഇവിടെ എസ് ആക്കാം. കമ്പനി GST നമ്പർ എസ് ആണ്. ബയേഴ്സ് GST നമ്പർ എസ് ആണ്. പ്രിൻ്റ് ഐറ്റം വൈസ് GST ഡീറ്റെയിൽസ് അത് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. അതിവിടെ ഇപ്പോൾ എസ് ആക്കുന്നു, നമുക്ക് നോക്കാം. GST അനാലിസിസ് ഓഫ് ഐറ്റം എസ്. അത് പ്രിൻ്റ് HSN SA ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് എസ് ആക്കണം. അപ്പോൾ അത് എസ് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നോ ആയിരിക്കണം. എങ്കിൽ നമുക്ക് പ്രിൻ്റ് HSN SA ഡീറ്റെയിൽസും ഇതൊക്കെ എസ് ആക്കാൻ സാധിക്കുന്നതാണ്. പ്രിൻ്റ് പ്ലേസ് ഓഫ് സപ്ലൈ, എവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്ന സ്ഥലം നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ വരണമെങ്കിൽ ഇത് എസ് ആക്കാം. പ്രിൻ്റ് ടാക്സ് ഇൻവോയ്സ്, ബേസ് കറൻസിയിലുള്ള ടാക്സ് ഇൻവോയ്സ് വേണമെങ്കിൽ അത് എസ് ആക്കാം. പ്രിൻ്റ് ടാക്സ് എമൗണ്ട് ഓൺ എക്സ്പോർട്ട് ഇൻവോയ്സ്, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ടാക്സ് എമൗണ്ട് വേണമെങ്കിൽ അത് എസ് ആക്കാം. ബോണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് എസ് ആക്കാം. സേവ് ചെയ്യുന്നു. ഇവിടെ ജൂറിഡിക്ഷൻ, അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ നൽകാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, എൻ്റർ.
പ്രിൻ്റ്, നമുക്കതിൻ്റെ പ്രിൻ്റ് നോക്കാം. നേരത്തെ ബില്ലല്ല അല്ലേ, കാരണം അവിടെ നമ്മൾ സെപ്പറേറ്റ് കോളം അല്ലേ, ഇവിടെ തന്നെ നമ്മൾ പെർസെൻറ്റേജ് വേണമെന്നുള്ളൊരു ഓപ്ഷൻ എസ് ആക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കാണിക്കുന്നത്. പുറമെ താഴെ എക്സ്ട്രാ ഒരു ഇതും കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് എസ് ആക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ പ്രിൻ്റ്, ഇൻവോയ്സ് പ്രിൻ്റ് മാറി വരും. ഇനിയിപ്പോൾ അഗെയിൻ Alt+P പ്രസ് ചെയ്യുന്നു, F3 കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ പറയുന്നു പ്രിൻ്റ് സിമ്പിൾ ഫോർമാറ്റിൽ മതി, എന്നിട്ട് സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ, സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിസ്പാച്ച് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും മുകളിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒഴിവായി സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സാധാരണ ഒരു ഷോപ്പിൽ പോകുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലാണെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ബില്ല് വന്നിരിക്കണം അല്ലേ. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് Alt+P കൊടുക്കുമ്പോഴാണ് നമുക്ക് ബിൽ പ്രിൻ്റ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പാടില്ല. ഓരോ സെയിലും കഴിഞ്ഞ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രിൻ്റർ ഓൺ ആയിരിക്കണം, പ്രിൻ്റ് വന്നിരിക്കണം. നമ്മൾ പ്രിൻറ്റിനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാതിരിക്കാതെ ഓട്ടോമാറ്റിക്കായി ബില്ല് പ്രിൻ്റ് വരുന്നതിന് നമുക്ക് ഈ സെയിൽസ് വൗച്ചർ എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ നിന്ന് എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് അക്കൗണ്ട്സ് ഇൻഫർമേഷനിൽ വൗച്ചർ ടൈപ്സ് അൾട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ സെയിൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറൊന്നും ചെയ്യേണ്ടതില്ല. ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിൻ്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രിൻ്റ് ലഭിക്കണം. ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാം. ഡിഫോൾട്ട് ടൈറ്റിൽ ടു പ്രിൻ്റ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നൽകാം, ഇല്ലെങ്കിൽ നമുക്ക് ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ലഭിക്കുന്നത്. ബാങ്കിൻ്റെ പേര് വേണമെങ്കിൽ നൽകാം. ഡിഫോൾട്ട് ജൂറിസ്ഡിക്ഷൻ, ഡിക്ലറേഷൻ വേണമെങ്കിൽ അതും നമുക്ക് നൽകാം. എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായി ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അത് സേവ് ചെയ്യുക. ഇനി നമുക്ക് സെയിൽസ് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ അക്കൗണ്ടിങ് വൗച്ചറിൽ ഒരു സെയിൽസ് ചെയ്യുന്നു, രാജിന് ഒരു സെയിൽസ് ചെയ്യുന്നു. ലോക്കൽ സെയിൽസ് ആണ് ചെയ്യുന്നത്. എയ്സർ ലാപ്ടോപ്പ് 1 റേറ്റ് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. കാനൺ ലേസർ പ്രിൻ്റർ 2 റേറ്റ് ഓട്ടോമാറ്റിക്. ഇത്രയും ഐറ്റംസ് സെയിൽ ചെയ്യുന്നു. ഇനി ഇവിടെ CGST SGST ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്ത് അപ്പോൾ തന്നെ എന്ത് വന്നു, ബില്ല് നമുക്ക് ലഭിച്ചു. നേരത്തെ സിമ്പിൾ ഫോർമാറ്റ് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ഫോർമാറ്റ് അല്ല വേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീയാണ് കൺട്രോളെ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് വരുന്നതാണ്. ഇവിടെ നിന്ന് F3 കീ പ്രസ് ചെയ്ത് ഈ സിമ്പിൾ ഫോർമാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നോ ആക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ടാക്സ് ബിൽ തന്നെ ലഭിക്കുന്നതാണ്. ഡെലിവറി നോട്ട് നമ്പർ, സപ്ലൈ റെഫറൻസ്, ബയേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ടൈപ്പ് ബില്ല് നമുക്ക് ലഭിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കായി ബില്ല് പ്രിൻ്റ് വരുന്നതിന് സെയിൽസ് വൗച്ചറാണ് എഡിറ്റ് ചെയ്തത്. അതിൽ പ്രിൻ്റ് ആഫ്റ്റർ സേവിങ് വൗച്ചർ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഡിക്ലറേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ടാക്സ് ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്രിൻറ്റിനുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഓപ്പൺ ആക്കുക. Alt+F1 ഡീറ്റെയിൽഡ് റിസൾട്ട്, വീണ്ടും Alt+P പ്രിൻറ്റിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്കിങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിൻ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഏത് റിപ്പോർട്ട് വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ഏതെങ്കിലും ഒരു ക്രെഡിറ്റർക്ക് എമൗണ്ട് നൽകാനുണ്ടെങ്കിൽ അതെത്ര, അല്ലെങ്കിൽ ഡെപ്റ്ററിൽ നിന്ന് എമൗണ്ട് ലഭിക്കാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, അതിൽ ഔട്ട്സ്റ്റാൻഡിങ് സെലക്ട് ചെയ്യുക. ഡെപ്റ്റർ ആണെങ്കിൽ റിസീവബിൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ രാജാണ്, ഇപ്പോൾ രാജിൻ്റെ നമുക്ക് എത്ര എമൗണ്ട് കിട്ടാനുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. Alt+P പ്രസ് ചെയ്യുക, കിട്ടാനുള്ളത് പ്രിൻ്റ് നമുക്കിങ്ങനെ ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് പേയബിൾസിൻ്റെ കേസിലും. അല്ലെങ്കിൽ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആരുടെ എടുക്കുന്നത്, സെൽവം ആണെങ്കിൽ സെൽവം, Alt+P പ്രസ് ചെയ്താൽ നമുക്ക് പെൻഡിങ് ബില്ല് ഇവിടെ കാണാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ടാലിയിൽ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു പ്രിൻ്റ് അല്ലെങ്കിൽ ടാക്സ് ബില്ലിൻ്റെ പ്രിൻ്റ് എങ്ങനെ എടുക്കാമെന്ന് മനസ്സിലായി. ഓട്ടോമാറ്റിക്കായി സെയിൽസ് ബില്ല് എങ്ങനെ പ്രിൻ്റ് എടുക്കാമെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് POS എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ടാലിയിൽ എങ്ങനെ ബില്ല് പ്രിന്റ് ചെയ്യാം, അതുപോലെ പ്രിന്റിങ്ങിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്